യുദ്ധം ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. പക്ഷേ അനിവാര്യമായ യുദ്ധങ്ങൾ ഒഴിവാക്കാനുമാകില്ല. പൗരന്റെ സ്വത്തിനും ജീവനും എല്ലാം സംരക്ഷണം കൊടുക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. വെൽക്കം ടു വിവേക് വ്യൂസ്. പൗരനു വേണ്ടി റിവഞ്ച് നിർവഹിക്കേണ്ടതും സ്റ്റേറ്റ് ആണ്. പൗരനെ മാനിക്കുന്ന ഓരോ സ്റ്റേറ്റിനും അത് ചെയ്യാതിരിക്കാനാവില്ല. അതാണ് ഇന്ത്യ ചെയ്തത്, ഇസ്രായേൽ ചെയ്യുന്നതും അതുതന്നെയാണ്. ഈ സമയത്തും മനോഹരമായ യുദ്ധവിരുദ്ധ സാഹിത്യങ്ങൾ പടച്ചുവിടുന്നവരൊക്കെയുണ്ട്. യുക്തിവാദികളെന്നാണ് അവരിൽ പലരും സ്വന്തമായിട്ട് വിളിക്കുന്നത്. അന്യന്റെ കൈ തൻ്റെ ജീവന് നേരെ വരുന്നിടം വരെ മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ സാഹിത്യത്തിന് നിലനിൽപ്പ്. ഒരു അയൽക്കാരൻ ഒരു കല്ല് തൻ്റെ പെരേടത്തിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഡാഷ് മോനെ എന്ന് അവനെ വിളിച്ച് അവനുമായി വഴക്കിനിറങ്ങുന്നവരാണ് ഈ യുദ്ധവിരുദ്ധ സാഹിത്യം ചമയ്ക്കുന്നതിൽ മുൻപന്തിയിലുള്ളത്. രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുകയും പാർട്ടി മാറിയതിന് പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നവനും പറയുന്നു യുദ്ധവിരുദ്ധ സാഹിത്യം. ഇങ്ങോട്ട് തള്ളുവരുമ്പോൾ തിരിച്ചു തള്ളിയില്ലെങ്കിൽ നാം വീണുപോകും. ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ സാധിക്കൂ. രാജ്യമുണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാനമുള്ളൂ. സംസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ ജില്ലകളുള്ളൂ. ഇത് മനുഷ്യന് ജീവിത സൗകര്യത്തിനായി മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സെറ്റപ്പാണ്. അത് നിലനിന്നേ പറ്റൂ. അതിന് ചിലപ്പോൾ ചോര പൊടിയേണ്ടി വരും, ചിലപ്പോൾ ചോര എടുക്കേണ്ടി വരും. അതിനാണ് നികുതി പണം കൊടുത്ത് സൈനികരെ പോറ്റുന്നത് തന്നെ. അജ്മൽ കസബിന്റെ കയ്യിലെ ഒരു ചരട് കണ്ടിട്ട് ചാരുകസാല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. അജ്മൽ കസബ് തൂക്കിക്കൊന്ന ശേഷം മയ്യത്ത് നിസ്കാരം നടത്തിയവരുമുണ്ട്. അന്ന് UPA ആയിരുന്നു ഭരിച്ചിരുന്നത്. എന്നിട്ടുമൊക്കെ ഈ സിദ്ധാന്തങ്ങൾക്ക് അന്ന് പ്രചാരം ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്തരം സിദ്ധാന്തക്കാരുണ്ട്. ഓർക്കുക, ഭരണപക്ഷത്തെ നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ പോലും രാജ്യമുണ്ടായിരിക്കണം. രാജ്യം എന്നത് ഒരു കഥയാണ്. ആ കഥയിൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പോലും ശത്രുപക്ഷം നിങ്ങളെ ആ കഥയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനിവാര്യമായ ഈ തിരിച്ചടിയോട് പൂർണ്ണമായും ഐക്യപ്പെടുന്നു. ജയ് ഹിന്ദ്.